ഹലോ മുത്തുമണികളെ എന്തെല്ലാം ഉണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? അപ്പോൾ ഞാൻ ഒരുപാട് നാളുകളായി ഒരു കാര്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് എൻ്റെ ഭർത്താവ് സുഖമില്ലാതാകുന്നതിന് മുമ്പ് ഞങ്ങൾ ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് ഭയങ്കര വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. ഭയങ്കര വിഭവസമൃദ്ധം എന്ന് പറഞ്ഞാൽ സദ്യയൊന്നുമല്ല കേട്ടോ. എന്നാലും ചോറും മീനും പിന്നെ അത്യാവശ്യം പച്ചക്കറികളും ഒക്കെ ചേർത്ത് ഭയങ്കര രസമുള്ള മീൽസ് ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാറുണ്ട്. ഇത് ഞായറാഴ്ചയാണ് കേട്ടോ. അദ്ദേഹത്തിന് വയ്യാതാകുന്നതിന് മുമ്പ് വരെ ഉള്ള ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്, അദ്ദേഹം ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്, അതുപോലെ എനിക്ക് ഷോപ്പുണ്ട്. ഈ സ്വന്തമായിട്ട് നമ്മളൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. കാരണം ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് നമ്മളെ തലയിലായിരിക്കും. നമ്മൾ പറയുന്ന സമയത്ത് തുണി കൊടുക്കണം. അപ്പോൾ പിന്നെ അതിൽ വരുന്ന മിസ്റ്റേക്കുകൾ അത് നമ്മുടെ ചുമതലയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര ബിസി ഒരു ലൈഫാണ്. അപ്പോൾ തിങ്കൾ മുതൽ ശനി വരെ ഉള്ള ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ബിസിയുള്ള ദിവസമായിരിക്കും കേട്ടോ. എൻ്റെ മോള് ഞാൻ പഠിപ്പിച്ചു കൊടുത്ത എംബ്രോയ്ഡറി ചെയ്തിട്ട് കൊണ്ടുവന്ന് കാണിച്ചതാണ്. എൻ്റെ മൂത്ത മോളോ രണ്ടാമത്തെ മോളോ ഒന്നുമില്ല, എൻ്റെ ദിമ്മു ചിക്കു. അവൾക്ക് ഒരു എക്സിബിഷനുണ്ട്. എക്സിബിഷൻ അല്ലല്ലോടെ, കോമ്പറ്റീഷൻ. അതിന് പഠിപ്പിച്ചു കൊടുത്ത് വിടണമെന്ന് പറഞ്ഞിട്ട് ചെറിയ സ്റ്റിച്ചസ് ഞാൻ പഠിപ്പിച്ചു കൊടുത്തതാണ്. പക്ഷെ ഭയങ്കര ടാലൻ്റാണ് കേട്ടോ. ഒരു തവണ പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. ഇത് പഠിക്കാൻ ആ ബുദ്ധി കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വിഷയം. ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു തുടങ്ങും, അവസാനിക്കുമ്പോൾ എവിടേക്കോ പോയി അവസാനിക്കും. അപ്പോൾ അദ്ദേഹത്തിന് സുഖമില്ലാതാകുന്നതിന് മുമ്പ് വരെ ഞായറാഴ്ച ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടുന്ന ദിവസമാണല്ലോ. എല്ലാവരും വീട്ടിലുണ്ടാവും, മക്കളും ഞാനും അദ്ദേഹവും. അപ്പോൾ ആ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മൾ വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് മിസ്സായി പോയ കുറേ കാലങ്ങളാണ് ഇദ്ദേഹത്തിന് വയ്യാതായതിന് ശേഷമുള്ള സമയമെന്ന് പറയുന്നത്. എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന സമയങ്ങളിൽ ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട്. ഇപ്പോൾ എനിക്ക് കുറേ നാളുകളായി എനിക്ക് ഭയങ്കര ആഗ്രഹം അതുപോലെ ഒന്ന് ഫുഡ് ഉണ്ടാക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ പോയി മീൻ വാങ്ങിച്ചു. കൊഴിയാളയാണ് കേട്ടോ. കൊഴിയാള വാങ്ങിച്ചിങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്കുണ്ട് അവിടെ കണവ വെച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണവ. ഞാൻ സീ ഫുഡ് കഴിക്കുന്ന ഒരാളല്ല. ഈ സീ ഫുഡ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അലർജി. എനിക്ക് ഒന്നാമത് ഇഷ്ടമില്ല, അതിൻ്റെ സ്മെല്ല് എനിക്കിഷ്ടമില്ല. പിന്നെ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും താമസിക്കുന്ന സമയങ്ങളിൽ ഞാനും എൻ്റെ അമ്മയും ജോലിക്ക് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ ചന്ത കൂടുന്നതെന്ന് പറയുന്നത് രാവിലെ 10 മണിക്കാണ്. ഇവിടെ ഭീമാപ്പള്ളിയിൽ പക്ഷേ അങ്ങനെയല്ല കേട്ടോ. വൈകുന്നേരം നോക്കിയാലും മീൻ കാണും, രാത്രി നോക്കിയാലും ചില സമയങ്ങളിൽ മീൻ കാണും. പക്ഷെ അന്ന് ചന്ത കൂടുന്ന സമയം എന്ന് പറയുന്നത് 10 മണി ആയതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ അമ്മയൊക്കെ ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. പിന്നെ എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജും ഉണ്ടായിരുന്നില്ല അന്ന് വാങ്ങിച്ച് വെക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഫുൾ പച്ചക്കറിയുടെ ആൾക്കാരാണ്. പച്ചക്കറി വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുളിയും മുളകും ഉടയ്ക്ക അത് മാത്രം വെച്ച് ഞാൻ ചോറ് കഴിക്കും കേട്ടോ. അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ എനിക്ക് സീ ഫുഡ് അലർജിയാണ്. പക്ഷേ എനിക്ക് കണവയും കൊഞ്ചും ഞണ്ടും ഭയങ്കര ഇഷ്ടമാണ്. ഈ ഞണ്ടിനൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞുതരാം. ഞണ്ടും കൊഞ്ചും ഒക്കെ എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ചുണ്ട് പൊട്ടും, തൊണ്ട ഇങ്ങനെ വീങ്ങിപ്പോവും. തൊണ്ടയുടെ ആ സൈഡ് ഇങ്ങനെ ശ്വാസം കിട്ടാത്ത കണക്കിന് ഒരു കുരു പോലെ ഇങ്ങനെ വരും. അപ്പോൾ എനിക്ക് ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തിന്നൂല. അതേ കണക്കിന് മുട്ട, നമുക്ക് ഏറ്റവും മനുഷ്യ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത വേദന എന്ന് പറയുന്നത് 2 വേദനകളാണ് മനുഷ്യ ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത വേദന. ഒന്ന് പ്രസവ വേദന, പിന്നൊന്ന് പല്ല് വേദന. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസവ വേദന പോലും 2ാമതേ ഉള്ളൂ.
മുട്ട തിന്ന് കഴിയുമ്പോൾ ഒരു വേദന വരും എൻ്റെ പൊന്നു മക്കളെ. ഒരു വല്ലാത്ത വേദനയാണത്. അത് കാരണം ഞാൻ മുട്ട തിന്നൂല. മുട്ട തിന്നാത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുട്ട പൊരിക്കുന്ന സ്മെല്ല് കേൾക്കുമ്പോൾ എനിക്ക് മുട്ട തിന്നോളാൻ കൊതി വരും കേട്ടോ. അതായത് ഈ പൊതിച്ചോറിൽ പണ്ട് ഈ വാഴയിലയിൽ അമ്മച്ചിയമ്മ ഉണ്ടാക്കും. അതിൽ ഈ ചമ്മന്തിയും പിന്നെ മുട്ട പൊരിച്ചതും ഒക്കെയാണ് വയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു സ്മെല്ല് വരും മുട്ട പൊരിക്കുന്ന സമയത്ത്. എനിക്ക് ആ നൊസ്റ്റാൾജിക് ഫീൽ വരും. തിന്നണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹം മൂത്തിട്ട് തിന്നിട്ടുമുണ്ട്. തിന്നിട്ടുള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ ഇവിടെ കിടന്ന് അലറി വിളിച്ച് നിലവിളിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ കഥ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇവിടെ പാചകത്തിലോട്ട് വരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പാചകം ചെയ്യുക. എന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമെന്ന് പറയണത്, എൻ്റെ മക്കൾക്കൊക്കെ ഇങ്ങനെ തിന്നാൻ കൊടുത്തിട്ട് തിന്നു കഴിഞ്ഞിട്ട് എൻ്റെ മക്കളൊരു പറച്ചിലുണ്ട്, മിച്ചി സൂപ്പർ, ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഉമ്മ ഇങ്ങനെ വിരൽ ചുണ്ടിൽ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കും. എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി എൻ്റെ മക്കളുടെ കഥ പറയുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മയ്ക്ക് ഒറ്റ മോളെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഒരു മോനും കൂടിയുണ്ട്. പക്ഷെ എൻ്റെ അമ്മേൻ്റെ മോൻ, അതായത് എൻ്റെ അണ്ണൻ എൻ്റെ വല്യമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അവിടെയാണ് ഞങ്ങളെ മൂത്ത ആങ്ങള. വല്യമ്മേൻ്റെ മോനാണ് ഞങ്ങളുടെ കുടുംബത്തിലെ മൂത്ത ആൾ. അപ്പം അണ്ണൻ വളർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ്. അങ്ങനെ അവിടെ നിന്ന് തന്നെ അവൻ പഠിച്ചു വളർന്നു. അവൻ ജോലിക്കാരനായി. അവൻ അവിടെ തന്നെ നിൽക്കും. അപ്പം ഞാൻ ഒറ്റ മോളായിട്ടിങ്ങനെ ജീവിച്ച് വളർന്ന് വന്ന ഒരാളാണ്. അതിൻ്റെ ഒരു സങ്കടമൊക്കെ എനിക്കുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വല്യമ്മമാരുടെയും വല്യമ്മ തമിഴ്നാട്ടിലാണ്, കുഞ്ഞമ്മമാരുടെ മക്കളും. ഒരു മാമനുണ്ട്, ഇനിയും ഒരു മാമനുണ്ട് കേട്ടോ. ആ മാമൻ അന്ന് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് എൻ്റെ മാമൻ കല്യാണം കഴിക്കുന്നത്. അപ്പം അങ്ങനെ ഇവരൊക്കെ അടുത്തടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. നമ്മളെല്ലാം ഒന്നിച്ച് തന്നെയാണ് കളിച്ച് വളരുന്നത്. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ സ്വന്തമായി ഒരു സഹോദരി സ്വന്തമായി ഉണ്ടാകുമ്പോൾ അല്ലേ നമുക്ക് എന്തും പറയാം. നമ്മളെ കൂടെ കളിക്കും, കിടക്കും, ഉറങ്ങും. അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ. അതൊക്കെ എനിക്ക് ഭയങ്കര മിസ്സാവുമായിരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മാമൻ്റെ വൈഫും എൻ്റെ കുഞ്ഞമ്മയും ഒന്നിച്ച് പ്രഗ്നൻ്റ് ആക്കുന്നതും എനിക്ക് 2 കുട്ടികളെ കിട്ടുന്നത്. ആ ഒരു കാലം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു സമയമായിരുന്നു കേട്ടോ. അതായത് എനിക്ക് സ്വന്തമായിട്ട് കുട്ടികളെ കിട്ടിയതിൻ്റെ ഒരു സന്തോഷം ആരും ചോദിക്കില്ലല്ലോ. എൻ്റെ തന്നെ കുഞ്ഞമ്മേരെയും എൻ്റെ തന്നെ മാമീരെയും മക്കളാണല്ലോ എനിക്ക് എടുക്കാം, കൊഞ്ചിക്കാം, എൻ്റെ കൂടെ കിടത്തി ഉറക്കാം, എനിക്ക് ചോറ് കൊടുക്കാം. ഞാൻ എവിടെ പോയാലും എനിക്ക് അവരെ കൊണ്ടുപോകാം. കാരണം എൻ്റെ സ്വന്തമാണല്ലോ. അങ്ങനെ ഞാൻ അവരെ വളർത്തി ഒരു 3 വയസ്സ് വരെ. എൻ്റെ കുഞ്ഞമ്മേരെ മോനുമായിട്ട് എനിക്ക് ഭയങ്കര കണക്ഷനാണ് കേട്ടോ. അങ്ങനെ 3 വയസ്സ് വരെ അവൻ എൻ്റെ കൂടെ നിന്ന് വളർന്ന്. അത് കഴിഞ്ഞ് 3 വയസ്സ് കഴിഞ്ഞപ്പോൾ കുഞ്ഞമ്മ അങ്ങ് എടുത്തോണ്ട് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നു മുത്തുമണികളെ എനിക്കങ്ങ് മരിച്ചു കളഞ്ഞാൽ മതി. അത് ഈ ശരിക്ക് ഡിപ്രഷൻ എന്ത് എന്ന് ഞാൻ അറിയുന്നത് ആ ഒരു സമയത്തായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൻ്റെ വെളിയിൽ ഞാൻ ഇറങ്ങൂല. എനിക്ക് അത്രയ്ക്ക് സങ്കടം, എനിക്ക് ഡിപ്രഷൻ കൂടിയിട്ട് ഞങ്ങൾ മരിച്ചു കളഞ്ഞാൽ മതി. എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റൂല. നമ്മൾ ഓരോ സമയത്തുള്ള ഒരു തോന്നലാണ് കേട്ടോ ഈ ഡിപ്രഷൻ. അവരില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല എന്നുള്ളതൊക്കെ നമ്മളൊരു തോന്നലായിരിക്കും കേട്ടോ. നമ്മൾ അത്രയും അവരിൽ ഡിപ്പെൻഡ് ചെയ്ത് അവരെ നമ്മൾ സ്നേഹിച്ച് അങ്ങനെ ജീവിക്കുന്നത് കൊണ്ടായിരിക്കാം. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിച്ച്, നമ്മൾ കല്യാണം കഴിക്കുന്ന പാർട്ട്ണർ നമ്മളെ ഇഷ്ടങ്ങൾക്ക് വില വയ്ക്കാത്ത ഒരാളാണ് എങ്കിലോ എനിക്ക് അതും എൻ്റെ ജീവിതത്തിൽ നല്ലതായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് കുട്ടികൾ വേണം, നീ എത്ര വേണമെങ്കിലും പ്രസവിച്ചോ എന്നുള്ളതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കളെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 6 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതും എൻ്റെ ഇഷ്ടം കൊണ്ടാണ്. എൻ്റെ അത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
നമ്മൾ ഒരു സ്ത്രീ പ്രസവ വേദന അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും രണ്ടാമത് പ്രസവിക്കാൻ നിൽക്കില്ല. അങ്ങനെ നിൽക്കുന്നുണ്ട് എങ്കിൽ അവർ ഭയങ്കര കല്ല് മനസ്സുള്ള ആൾക്കാരായിരിക്കും. അതായത് ആ വേദനയ്ക്ക് മുകളിലാണ് അവരുടെ സ്നേഹം, അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ 6 കുട്ടികളുണ്ടെങ്കിലും ഇനിയൊരു കുട്ടി ഉണ്ടായാലും ഞാൻ 2 കൈയും നീട്ടി സ്വീകരിക്കാം. എനിക്കത്ര ഇഷ്ടമാണ്, എനിക്ക് മക്കളെന്ന് പറയുന്നത് അത്ര ഇഷ്ടമാണ്. പിന്നെ ഇവർ വലുതായി വലിയ ജീവിതത്തിലെത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇവർ നമ്മളെ ഉപേക്ഷിച്ചല്ല, അവരവരുടെ ലൈഫുമായിട്ട് പോവുമായിരിക്കും. പക്ഷേ എന്നാലും അതുവരെയുള്ള നമ്മളെ ലൈഫെന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് കരഞ്ഞ ഒരാളാണ്. അതായത് എൻ്റെ കുഞ്ഞമ്മേരെ മോനെ അവർ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷനായി ഞാൻ കരഞ്ഞ ഒരു വ്യക്തിയാണ്. എനിക്ക് ഇന്ന് എൻ്റെ ചുറ്റിനും ഇങ്ങനെ എനിക്ക് മക്കളെ കിട്ടി എന്നുള്ളത് അപ്പോൾ എത്ര ഭാഗ്യമുള്ള ഒരാളാണ്. സത്യത്തിൽ സ്വർഗതുല്യമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു എന്നല്ല, അങ്ങനെ തന്നെയാണ്. ഞാൻ സ്വർഗതുല്യമായ ഒരു ജീവിതം തന്നെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ മക്കളും കുടുംബവും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാനിത് എന്തിനാണ് പറഞ്ഞതെന്നറിയാമോ? ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, വേറെ ആരുടേതുമല്ല, ശ്രീജയുടെ ഏതോ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യുന്ന ആരോ എടുത്തുകൊണ്ട് വന്ന് തന്നതാണ്, സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വന്ന് തന്നതാണ്. അതിൽ സംഭവം പുള്ളിക്കാരത്തി പറയുകയാണ്, പുള്ളിക്കാരത്തിയല്ല, ആരോ ഇട്ട ഒരു കമൻറ്റ്, ഒരു റെജിൻസ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ ഇട്ടേക്കാണ് കമൻറ്റ്. എന്തോ എന്നെ ജയിലിലാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമത്രേ. അപ്പോൾ ശ്രീജ അതിന് മറുപടി കൊടുത്തിരിക്കുകയാണ്. അത് തന്നെയാണ് അപ്പോൾ ആരോ കമൻ്റ് ഇട്ടേക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായിരുന്നു ആ കമൻറ്റ്? ഗോവിന്ദചാമി വരെ ഇറങ്ങി നടക്കുന്ന, ശിക്ഷിക്കപ്പെടാത്ത നാടാണ് നമ്മുടെ നാട്. അപ്പോൾ അതിന് ശ്രീജ കൊടുത്തിരിക്കുന്നത്, ഗോവിന്ദചാമി ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലും അവൻ ജയിലിലാണ് കിടക്കുന്നത്, ഞങ്ങൾക്കും അതാണ് ആവശ്യം എന്ന് പറയുന്ന ഒരു കമൻറ്റ്. അതിൻ്റെ താഴെ റെജിൻസ് ഇട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, കുടുംബത്തെ വിട്ട് നിൽക്കട്ടെ അവൾ എന്ന്. അപ്പോൾ എനിക്ക് ആ പുള്ളിക്കാരടുത്ത് പറയാനുള്ളത്, എൻ്റെ മക്കൾ 47 ദിവസം ഞാനും എൻ്റെ ഭർത്താവും ഇല്ലാതെയാണ് എൻ്റെ മക്കൾ ജീവിച്ചത്. അന്നും എൻ്റെ മക്കൾ ബോൾഡായിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരുടെയും സഹായവും സിമ്പതിക്കോ ഒന്നും അവർ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് അവരെൻ്റെ വീട്ടിൽ നിന്നിട്ടുണ്ട്. ഇനിയും ഞാൻ എവിടെയെങ്കിലും പോയി എന്ന് പറഞ്ഞ് എൻ്റെ മക്കൾ കരഞ്ഞ് നിലവിളിച്ചും കൊണ്ട് ആരുടെ മുന്നിലേക്കും വരില്ല. അവരൊറ്റയ്ക്ക് ജീവിക്കൂടെ, പേടിപ്പിക്കരുത്. കാരണം ഞാൻ എൻ്റെ മക്കൾക്ക് ധൈര്യത്തോടെ ജീവിക്കാനുള്ള ഒരു കാര്യം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മരണപ്പെട്ടു പോയാൽ എന്തു ചെയ്യും, നമ്മൾ ഗൾഫിൽ പോയാൽ എന്തു ചെയ്യും, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരും ജീവിക്കുന്നില്ലേ. കുടുംബത്തിനെ വിട്ടും ജീവിക്കേണ്ടുന്ന ഒരവസ്ഥയൊക്കെ മനുഷ്യർക്കുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കടപ്പുകൾ. കുറച്ച് ചോറ് തിന്നണ, എടുക്കട്ടാ കുറച്ച് കഞ്ഞി. മുത്തമണി കുയിലെ എന്താ മുത്തേ, അടിപൊളി ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ചോറായിരുന്നു. എന്നാ കുറച്ച് വാരി വിഴുങ്ങണ്ട, നിങ്ങൾ സ്നേഹത്തോടു കൂടി ഇതാക്കും ഒരു ഉരുള അങ്ങ് തിന്ന്.